പ്രിയപ്പെട്ട മനുഷ്യസ്നേഹികളെ, ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സത്യത്തിൽ നമ്മുടെ ഭരണകൂടങ്ങളും നമ്മുടെ നിയമപാലകരുമൊക്കെ ഉറക്കം നടിച്ചിരുന്നവരും ഉറങ്ങിയിരുന്നവരുമൊക്കെ ഉണർന്നിട്ടുണ്ട്. നമ്മുടെ ഈ മഹത്തായ പ്രതിഷേധ പ്രകടനം, നമ്മുടെ മഹത്തായ 10,000 പങ്കെടുത്ത ഈ റാലി തിരൂരങ്ങാടിയുടെ മണ്ണിൽ നിന്ന് തുടങ്ങി ചെമ്മാട് എത്തുന്നതിന് മുമ്പ് തന്നെ അധികാരിവർഗങ്ങളുടെ കോട്ടകൊത്തളങ്ങൾ അക്ഷരാർത്ഥത്തിൽ അങ്കലാപ്പിന്റെ തീപ്പൊരി പായിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇവിടുത്തെ ഭരണകൂടങ്ങളോട് വേദനയോടുകൂടി നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നാട് ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഈ രാജ്യത്തിലെ ഇരകൾ, ഈ രാജ്യത്തിലെ വേട്ടയാടപ്പെടുന്ന ജനവിഭാഗം, ഈ രാജ്യത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾ, ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളൊക്കെയും പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന ഒരു സർക്കാരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്ത് പോവുകയാണ് എന്നാണ് പാവപ്പെട്ട ഫൈസൽ എന്ന ചെറുപ്പക്കാരന്റെ വധവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകുന്നത്. വിനയത്തോടുകൂടി ഞങ്ങൾക്ക് പറയാറുള്ളത്, ആയിരക്കണക്കിന് വരുന്ന മനുഷ്യ മക്കൾ ഫൈസലിന്റെ ഘാതകരെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനത്തിനിറങ്ങുമ്പോൾ, സമരത്തിനിറങ്ങുമ്പോൾ, അതിശക്തമായി രംഗത്തിറങ്ങുമ്പോൾ അതിൽ നിന്ന് മാറി നിന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരോട്, ഇടതുപക്ഷത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പറയാറുള്ളത്, ഈ നാടിന്റെ ആത്മരോഷത്തിന്റെ കൂടെ നിങ്ങൾ നിൽക്കുവാൻ ചങ്കുറപ്പ് കാണിക്കേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് വിനയത്തോടുകൂടി പറയുവാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ RSSനെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. RSSനെ മലപ്പുറത്തിന്റെ മക്കൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. RSS എന്താണെന്ന് മലപ്പുറത്തുകാർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ലോകത്തിന് ഭീഷണിയാണ് RSS, ഈ രാജ്യത്തിന് ഭീഷണിയാണ് RSS, മനുഷ്യന്റെ ശത്രുവാണ് RSS. ആ RSSന്റെ ഇടൻ അജണ്ടയാണ് കൊടിഞ്ഞിയിലോ തിരൂരങ്ങാടിയിലോ തിരൂരിലോ നിന്നിട്ട് ഇവിടത്തെ സമാധാനം നഷ്ടപ്പെടുത്തുവാനുള്ള ഇടൻ അജണ്ടയല്ല. ഇത് RSSന്റെ തലപ്പത്തിരിക്കുന്ന തലമുതിർന്ന നേതാക്കന്മാരുടെ ഇടൻ അജണ്ടയുടെ ഭാഗമാണ് ഈ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് അവർ കടന്നു വന്നിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട്, പ്രിയപ്പെട്ട മതേതര വിശ്വാസികളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, വളരെ ശക്തമായിട്ടുള്ള സമരം. ഈ സമരം കൊണ്ടൊന്നും ഈ ഫൈസലിന്റെ ഘാതകരെ പിടികൂടുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇന്ന് സർവകക്ഷിയുടെ നേതൃത്വത്തിൽ സമരം പ്രഖ്യാപിക്കുമ്പോൾ, സർവകക്ഷിയുടെ നേതൃത്വത്തിൽ പ്രകടനം പ്രഖ്യാപിക്കുമ്പോൾ ഇന്നലെ ഒരു പ്രതിയെ പിടിച്ചിരിക്കുന്നു. അടുത്ത ഒരു സമരം പ്രഖ്യാപിക്കുമ്പോ അടുത്ത പ്രതിയെ പിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിശക്തമായ പോരാട്ടം നമ്മുടെ പ്രിയപ്പെട്ട പൂർവീകരായ പിതാക്കന്മാർ ബ്രിട്ടീഷ് പട്ടാളക്കാർക്കെതിരെ, ബ്രിട്ടീഷ് മേധാവികൾക്കെതിരെ ധീരോദത്തമായ പോരാട്ടം നടത്തിയതുപോലെ ഈ രാജ്യത്തിലെ ഉറക്കം നടിക്കുന്ന ഭരണകൂടങ്ങളെയും നിയമപാലകരെയും ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ധീരോദത്തമായ സമരങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് നമ്മൾ രംഗത്തിറങ്ങേണ്ടതുണ്ട്. ഫൈസൽ PDP-കാരനായതുകൊണ്ടല്ല നമ്മൾ സമര രംഗത്തിറങ്ങുന്നത്, ഫൈസൽ മുസ്ലിം ലീഗുകാരനായതുകൊണ്ടല്ല, ഫൈസൽ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടല്ല, മറിച്ച് ഈ ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമായി ഊറ്റം കൊള്ളുന്ന, ഞാനും നിങ്ങളും ഊറ്റം കൊള്ളുന്ന ഈ ഭാരതത്തിന്റെ മണ്ണിൽ മുസൽമാനായി ജീവിക്കാനും, ഐന്ദവനായി ജീവിക്കാനും, ക്രൈസ്തവനായി ജീവിക്കുവാനുമുള്ള അവകാശമുണ്ട്. മതമുള്ളവൻ മതം മാറട്ടെ, മുസൽമാൻ ഹൈന്ദവനാകാം, ഹൈന്ദവന് മുസൽമാനാകാം. ആർക്കും മതം വേണ്ട എങ്കിൽ മതം വേണ്ട എന്ന് കരുതി ആ തൊട്ട സംഹിത അനുസരിച്ച് ജീവിക്കുവാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ഗുജറാത്തുകൾ ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് തക്കം പാർത്തിരിക്കുന്ന RSSന്റെ തമ്മാടിക്കൂട്ടങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, RSSനെ തടുത്തു നിർത്തേണ്ടത് കത്തികൊണ്ടല്ല, RSSനെ തടുത്തു നിർത്തേണ്ടത് വാളുകൊണ്ടല്ല, മറിച്ച് വാളുകൊണ്ടും കത്തികൊണ്ടും തടുത്തു നിർത്തിയവിടത്തൊക്കെ ആയിരക്കണക്കിന് മനുഷ്യക്ക ബന്ധങ്ങൾ ആകാശം വിട്ട് കൊണ്ടുകൂടപ്പെട്ടതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. മറിച്ച് നമ്മുടെ പൂർവീകരായ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന സമാധാനത്തിന്റെ പാതയിലൂടെ, സ്നേഹത്തിന്റെ പാതയിലൂടെ, ധർമ്മത്തിന്റെ പാതയിലൂടെ RSSന്റെ തമ്മാടി കൂട്ടങ്ങളെ നമുക്ക് തടുത്തു നിർത്തേണ്ടത്